എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മമ്മൂക്കയുടെ കളങ്കാവൽ റിലീസിന് ഇനി വെറും 5 ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഇന്ന് ആരംഭിച്ചിരുന്നു. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ചിത്രത്തിന്റെ പ്രീ സെയിൽ കളക്ഷൻ അപ്ഡേറ്റ് ആണ്. കേരള കളക്ഷനും ആഗോള കളക്ഷൻ റിപ്പോർട്ടും നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. ആ ഒരു കളക്ഷൻ അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മികച്ച പ്രൊമോഷനോട് കൂടി തന്നെ കളങ്കാവൽ റിലീസിന് തയ്യാറെടുക്കുകയാണ്. ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് തുടങ്ങി മികച്ചൊരു ബുക്കിംഗും ബുക്ക് മൈ ഷോയിലടക്കം നേടിക്കൊണ്ടിരിക്കുന്നു. ബുക്ക് മൈ ഷോയിലൂടെ നോക്കുമ്പോൾ ഓരോ മണിക്കൂറിലും ഈ സമയത്ത് വിറ്റുപോകുന്നത് 1500-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ പ്രീ സെയിൽ കളക്ഷൻ അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം അഡ്വാൻസ് സെയിലിലൂടെ മാത്രം 60 ലക്ഷത്തിന് മുകളിലാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. കൂടാതെ ചിത്രത്തിന്റെ ആഗോള അഡ്വാൻസ് പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രത്തിന്റെ പ്രീസെയിൽ 85 ലക്ഷം രൂപ പിന്നിട്ടെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം അല്പസമയം മുമ്പ് കളങ്കാവലിന്റെ പുതിയൊരു പ്രീ റിലീസ് ടീസർ കൂടി ഇന്ന് പുറത്തു വന്നിരുന്നു. പ്രേക്ഷകർക്കിടയിൽ നിന്നും മികച്ചൊരു അഭിപ്രായമാണ് ആ ഒരു ടീസർ നേടിയെടുത്തിരിക്കുന്നത്. കൂടാതെ ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇന്ന് പ്രൊമോഷൻ ഇവന്റ് കൂടി നടന്നിരുന്നു. അതിൽ മമ്മൂക്ക വ്യക്തമായിട്ട് തന്നെ പറയുകയുണ്ടായി, ചിത്രത്തിൽ മമ്മൂക്ക കളങ്കാവലിൽ പ്രതിനായക വേഷത്തിലാണ് എത്താൻ പോകുന്നതെന്ന്. ചിത്രത്തിൽ നായകൻ വിനായകൻ തന്നെയാണ്. എന്നും ക്വാളിറ്റി സിനിമകൾ മാത്രം മലയാള സിനിമയ്ക്ക് സമ്മാനിക്കുന്ന മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ എത്തുന്ന ചിത്രമായതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഈ ഒരു ചിത്രത്തിന് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു പ്രേക്ഷകർക്കിടയിൽ. അപ്പോൾ കളങ്കാവലിന്റെ കേരള പ്രീസെയിൽ കളക്ഷൻ എത്ര കോടി വരെ നേടാൻ ചാൻസ് ഉണ്ടെന്ന് താഴെ കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.